ഹലോ എവരിവൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 PSC നടത്തിയ എക്സാമുകളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസുമാണ്. കൂടാതെ ഈ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഓൾറെഡി റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എഗെയിൻ വരുന്ന എക്സാമുകളിൽ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എല്ലാ ഓപ്ഷനും നമ്മൾ വായിച്ച് ടൈം കളയാനായിട്ട് നിൽക്കുന്നില്ല, ആൻസർ മാത്രമേ വായിച്ച് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി. ആൻസർ ഓപ്ഷൻ ബി ആണ് ആർ ചമ്പകലക്ഷ്മി. ആൻസർ ആർ ചമ്പകലക്ഷ്മി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ രഘുവേന്ദ്ര തൻവാർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ രഘുവേന്ദ്ര തൻവാർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ BVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ BVR സുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഹിരാലാൽ സമരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ ബി ഹിരാലാൽ സമരിയ. ഹിരാലാൽ സമരിയ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ആൻസർ ഇടമലക്കുടി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ആൻസർ ഇടമലക്കുടി. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ആൻസർ 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി ആണ് ആൻസർ 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 12 ഒക്ടോബർ 2005. 12 ഒക്ടോബർ 2005. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വിശ്വഭാരതി സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ആൻസർ 107. ആൻസർ 107. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബജറ്റ് ആണ് ആൻസർ. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ആൻസർ
ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ആൻസർ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസാണ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വർഷം ഒരുപാട് എക്സാമിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ആൻസർ ബ്രസീൽ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ആൻസർ ബ്രസീൽ. 2023 അഥവാ കഴിഞ്ഞ വർഷം ഇന്ത്യയിലായിരുന്നു, അതൊന്ന് ഓർത്ത് വയ്ക്കുക. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? ആൻസർ ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേതാണ്? ഉത്തരം ജർമ്മനി. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ആൻസർ പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം പ്രഗ്യാനാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാനാണ് S സോമനാഥ്. S സോമനാഥ്. നെക്സ്റ്റ്, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ആൻസർ 2023. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023 തീമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ച ദിവസം 2023 സെപ്റ്റംബർ 28. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ആൻസർ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ആൻസർ ദാദാഭായ് നവറോജി. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്, നോട്ട് ചെയ്യുക. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? പാരീസ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ആൻസർ പാരീസ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിനു നൽകിയിരിക്കുന്ന പേര്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാരി ശക്തി വന്ദൻ അധിനിയം. ഓപ്ഷൻ സി ആണ് ആൻസർ, നാരി ശക്തി വന്ദൻ അധിനിയം. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5
ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനു സമീപം ലാൻഡ് ചെയ്തു. ഈ 3 സ്റ്റേറ്റ്മെൻറ്സും ശരിയാണ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വർഷം PSC നടത്തിയ എക്സാമുകളിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത കറണ്ട് അഫെയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെല്ലാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.